മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. PV അൻവർ തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുകയാണെന്ന് മുൻ മന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ. അൻവറിനെ പോലെയൊരാളുടെ ഭാഗത്തു നിന്നും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. അൻവർ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തി. അതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത സമീപനമാണെന്നും AK ബാലൻ പറഞ്ഞു. അൻവർ കള്ളപ്രചാരണം നടത്തുന്നു. മലപ്പുറം ജില്ലാ സെക്രട്ടറി കാക്കിയിട്ട RSSകാരനാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് പാരമ്പര്യമുള്ളയാളുടെ മകന് ചേർന്നതല്ല ഈ പരാമർശങ്ങൾ. അൻവറിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും AK ബാലൻ പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അൻവറിന് പാർട്ടി വലിയ പിന്തുണ നൽകി. കാത്തിരിക്കാമായിരുന്നു. ഒരു ആവശ്യത്തോടും പിന്തിരിഞ്ഞു നിന്നിട്ടില്ല. ഒരാഴ്ച കൂടി കാത്തിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും AK ബാലൻ പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനാണ് അൻവറിന്റെ ശ്രമം. RSS ചാരനാണെന്ന പ്രചാരണം ശക്തിപ്പെടുത്താനുമാണ് ലക്ഷ്യം. LDFന്റെ ജനകീയ അടിത്തറ പൊളിക്കാനാണ് ശ്രമം. UDF അജണ്ട അൻവർ നടപ്പിലാക്കുകയാണെന്നും AK ബാലൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലെ ആൾക്കൂട്ടത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പണ്ട് MV രാഘവന്റെയും KPRന്റെയും ഗൗരിയമ്മയുടെയും കൂടെ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഒടുക്കം ചെങ്കൊടി പുതപ്പിക്കണം എന്നാണ് അവരും പറഞ്ഞത്. ആ ബോധ്യം അൻവറിന് ഉണ്ടാകുമോ എന്ന് അറിയില്ല. പാർട്ടി അംഗം അല്ലല്ലോ, അതൊരു തൊഴിലാളി വർഗ ബോധ്യമാണ്. പാർട്ടിയെ പിന്നിൽ നിന്നും ചതിക്കാനും കുത്താനും ശ്രമിച്ച എല്ലാവരുടെയും അവസാനം ദയനീയമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ മരിക്കാനാണ് അവരെല്ലാം ആഗ്രഹിച്ചത് എന്നും AK ബാലൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.